ഹായ് ഗൈസ്, റൊമാൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരു ബ്രദറിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ് എല്ലാം ഉള്ള ഒരു ടീം സിനിമ. അതാണ് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ് എന്നിവർ ടീമായിട്ട് എത്തിയ റൊമാൻസ്. ഒരു വൈബോളി ചെത്ത് പടം. ഫസ്റ്റ് ഹാഫ് ആണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് സെക്കൻഡ് ഹാഫിനെക്കാളും. സെക്കൻഡ് ഹാഫിലോട്ട് കയറുമ്പോൾ പിന്നെ അങ്ങോട്ടൊരു ഇഴച്ചൽ വരുന്നു, പിന്നെ ഒരു നോർമൽ സംഭവമായിട്ട് പറയും. എല്ലാവർക്കും ഒരു ചെറിയ കിറുക്കുണ്ട്, എല്ലാവരും കുറച്ചൊരു ഓവറാണ്. ആ ഓവർ കാണാൻ നല്ല രസമുണ്ട്, കാരണം ഇവരുടെ ഗ്യാങ് അങ്ങനെ ഒരു ജിൽ ഗ്യാങ് ആണ്. അതില് അർജുൻ അശോകനാണ് കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയ ക്യാരക്ടർ. അർജുൻ അശോകൻ സ്ഥിരം സ്റ്റൈൽ ഓഫ് റോൾ തന്നെയാണ് ആസ് യൂഷ്വൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്യുവിന്റെ ക്യാരക്ടർ ബിൻഡോ, ഇത് നമ്മൾ മാത്യുവിനെ കണ്ട കുറച്ച് പതിഞ്ഞ സ്വഭാവക്കാരൻ, അധികം മുണ്ടുകയും ചെയ്യില്ല, പക്ഷെ കാര്യങ്ങളൊക്കെ ചെയ്യും, അങ്ങനെയുള്ള ക്യാരക്ടറാണ്. ഇത് അങ്ങനെയല്ല, ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയ ഒരു മനുഷ്യനാണ്. അവർ ഇതുവരെ ചെയ്യാത്തൊരു റോളാണ് മാത്യു വരുന്നത്. ഒരുവിധം എല്ലാ പോർഷൻസും നന്നാക്കിയിട്ടുണ്ട്. ചില പോയിന്റുകളിൽ കുറച്ചൊരു ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മഹിമക്കും ഈ പറഞ്ഞ പോലെ കുറച്ചൊരു കിറുക്കുണ്ട്, എല്ലാവർക്കും കിറുക്കുണ്ട് കേട്ടോ. ഒരു കുറച്ചൊരു ഓവറാണ് എല്ലാവരും, അങ്ങനത്തെ ഒരു ടീമാണിത്. അപ്പൊ ഇവര് കാറിൽ പോകുന്ന സീനൊക്കെ ഉണ്ട്. മഹിമ ഡ്രൈവ് ചെയ്ത് ഇവരെല്ലാവരും കൂടെ ഗ്യാങ് ആയിട്ട് കാറിൽ പോകുന്നത്. മഹിമ ഭയങ്കര സ്പീഡിൽ ഓടിക്കുന്നു, ഇവര് കാറിൽ പേടിച്ചിരിക്കുന്നു. അങ്ങനത്തെ ആ സീനൊക്കെ നന്നായിട്ടുണ്ട്. ആ ടീമാണ് ഈ ഒരു സിനിമയുടെ രസം. സിനിമയുടെ കഥയിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര സ്റ്റോറി ലൈൻ ഗ്രിപ്പിങ് അതൊന്നുമില്ല. ഇവരുടെ ഒരു കോമഡി ഗ്യാങ് എത്രത്തോളം വർക്ക്ഔട്ട് ആയി എന്നുള്ളതിനനുസരിച്ച് സിനിമ ഹിറ്റാവും. അങ്ങനെയാണ്. ഇവരുടെ ഗ്യാങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇവരുടെ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സിനിമ ഇഷ്ടപ്പെടും. അങ്ങനെയാണ് സിനിമ. അത് ഭയങ്കര കഥയിൽ സംഭവമാക്കി മാറ്റുന്ന ത്രില്ലടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമില്ലേ. പിന്നെ ശ്യാം മോഹൻ സ്ക്രീനിൽ പ്രസൻസ് കുറവാണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയ റോളാണ്, ഉള്ള ഭാഗം നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാജോൺ ഉണ്ടായിരുന്നു, ഒരു വൈബോളി ക്യാരക്ടറായിട്ട് തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ കിടുവായിരുന്നു. പിന്നെ ബിനു പപ്പു ഉണ്ട്. ബിനു പപ്പു ഇതുവരെ ചെയ്ത റോളിൽ നിന്ന് വ്യത്യസ്തമായില്ല, ഒരു സൈലന്റ് ഡീസന്റ് ആയ മാൻ എന്നല്ലാതെ ഒരു സാധാരണ പോലീസുകാരൻ എന്ന് വെച്ചാൽ ആ ദേഷ്യയിൽ പകരം വീട്ടുന്ന ഒരു പോലീസുകാരനാണ്. അതും ഒരു ഡിഫറെന്റ് ആയ ഒരു മേറ്റർ ആയിരുന്നു, അതും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാത്തിനും കൂടെ ഈ ടീമിൽ മിസ് ചെയ്യാൻ പാടില്ലതും ഇതിൽ മൊത്തം സ്കോർ ചെയ്ത ആള് സംഗീത് പ്രതാപാണ്. നമ്മൾ അമൽ ഡേവിസ് ഇടുക്കിയിട്ടുണ്ട്. അമൽ ഡേവിസ് വരുന്ന മൊമെന്റ്സും സീനുകളെല്ലാം ഹൈ ആയിരുന്നു. നല്ലൊരു വൈബ് ഉണ്ടാക്കിയിട്ടുണ്ട് ചങ്ങായി, നല്ലൊരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും പറഞ്ഞാൽ ഈ ഗ്യാങ്ങിൽ ഹൈ ആയിട്ട് നിൽക്കുന്നതും നമ്മളിതിൽ പിടിച്ചിരുന്ന ആളും അമൽ ഡേവിസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടത്തിന്റെ ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടുള്ളത്, നല്ല രസകരമായിരുന്നു. അയ്യോ ഇന്റർവെൽ ആവണ്ടാന്ന് തോന്നിയത് ഫസ്റ്റ് ഹാഫാണ്. ഇന്റർവെല്ലിന് ശേഷം പിന്നെ നമുക്ക് ഊഹിക്കാം എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് ഊഹിക്കാം, എക്സ്പെക്ട് ചെയ്ത സംഭവമാണ്. ജോ സിനിമ കാണുമ്പോൾ നമുക്കൊരു വൈബ് കിട്ടുന്നില്ല, അങ്ങനെ ഒരു വൈബുള്ള പടമാണ്. അല്ലാതെ ഭയങ്കര സ്റ്റോറി, ഭയങ്കര മേക്കിംഗ് അങ്ങനെയൊന്നുമില്ല പടമല്ല. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ കുറച്ചധികം സ്ലോ മോഷൻ കാര്യങ്ങളുണ്ട്, അതൊക്കെ കുറച്ച് അനാവശ്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റ് ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ആവശ്യമില്ല എന്നുള്ള ഫീലിംഗ് ഉണ്ടായി. ക്ലൈമാക്സ് ഫൈറ്റും സീനുകളും അത്ര ഗംഭീരമായിരുന്നില്ല. ഓവറോൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ വാച്ചബിൾ ആയ മൂവിയാണ്. കുറച്ച് ലാഗുള്ള സീൻസ് ഉണ്ട്, കുറച്ച് എക്സ്പെക്ടിങ് ആയ സീൻസ് ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു ടീം നിങ്ങളെ ഹാപ്പി ആക്കും. അപ്പൊ അത്രയും നിങ്ങൾ ഈ പടം കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പടം? ഈ ഗ്യാങ്ങിനെ ഇഷ്ടപ്പെട്ടോ? ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഒരാളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? എല്ലാം താഴെ കമന്റ് ചെയ്യണേ. നിങ്ങൾ സിനിമ കാണാൻ വെയിറ്റിംഗ് ആണ്, അതും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഷോ നെക്സ്റ്റ് ടൈം കാണാം. അതുപോലെ ബൈ ബൈ.